ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി. അപ്പൊ ഇനി ഷിബുവിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാനില്ല. നമുക്ക് എന്താണ് ഈ പഴയതുപോലെ രണ്ട് കാലും രണ്ട് കൈയും കൊണ്ടിങ്ങനെ നടക്കണം. രണ്ട് കൈയും രണ്ട് കാലും ഉപയോഗിച്ച് നടക്കണം. പഴയതുപോലെ പാട്ട് പാടണം. ആശുപത്രി കൊണ്ടുപോയി എന്നെ ചികിത്സിക്കണം. അതുകൊണ്ട് എന്നെ നാട്ടുകാർ അവരെ കൊണ്ട് ഒക്കുന്നേ 50 രൂപയുള്ളോ 10 രൂപയുള്ളോ 5 രൂപയുള്ളോ 1 രൂപ വെച്ച് ഇട്ടാൽ പോരെ, 1 രൂപ വെച്ച് ഇട്ടാൽ പോരെ, ഒരാൾക്കുള്ള ജീവൻ രക്ഷപ്പെടുത്തി എടുത്തുകൂടെ. അതുകൊണ്ട് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ 1 രൂപ വെച്ചിട്ട് എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ ആശുപത്രി കൊണ്ടുപോകാൻ പോവുക. രക്ഷപ്പെടുത്താനുള്ള സാമ്പത്തികം. അന്ന് ജഡ്ജസ് ആയിട്ടിരുന്നവർ ആരൊക്കെയാണെന്നൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് ശരത് സാറ്, ശ്രീകുമാർ സാറ്, പിന്നെ ചിത്ര ചേച്ചി. അവരാരെങ്കിലും ഇപ്പൊ വിളിക്കാറുണ്ടോ? അവർ 3 പേരും വിളിക്കാറില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ടേ ഇല്ലേ? വിളിച്ചിട്ടൊന്നുമില്ല. ഭാര്യയുടെ പേര് ലിജ എന്നാണ് ഭാര്യയുടെ പേര്. ഇപ്പം പിണങ്ങി പോയിട്ടിപ്പം 2.5 വർഷം കഴിഞ്ഞു. ഷോക്ക് വന്ന് കുറഞ്ഞ് തളർന്നു വീണതാ. ഈ സ്റ്റാർ സിംഗറിൽ നിന്നുള്ള കൂടെ പാടിയവരോ അങ്ങനെയുള്ളവരാരെങ്കിലും വരാറുമില്ല വിളിക്കാറുമില്ല ആരും. ഒരു ശകലം അനക്കം മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞിട്ടുമില്ല, തിരുവനന്തപുരത്ത് കിടന്ന് കരഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. 30 രൂപയും കൊണ്ടാണ് ഞാൻ ഈ ആശുപത്രിയിൽ പോയി. ഐഡിയ സ്റ്റാർ സിംഗിൽ നിന്ന് ഇന്ന് വരെ ഒരു മനുഷ്യനും വന്നിട്ടില്ല, വേറെ ആരും വന്നിട്ടില്ല. ഞാനേ ഉള്ള അന്ന് ഇന്നും എല്ലാം. ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ളൊരു പരിഗണന വല്ലതും ഉണ്ടായിരുന്നോ? ആശുപത്രിയിലുണ്ടായിരുന്നു ഡോക്ടർമാരും നേഴ്സുമാരും. അവർക്കുള്ള സഹായം ഇല്ലെങ്കിൽ ഞാൻ ഈ 30 രൂപയും കൊണ്ടുപോയാൽ ഞാൻ അവിടെ നിന്ന് പറ്റുന്ന എങ്ങനെയാ? മേൽമണമുള്ള കുടമുല്ല പൂവുകൾക്കെത്ര കിനാക്കളുണ്ടായിരിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലിനടുത്തുള്ള കരുകോൺ എന്ന് പറയുന്നൊരു സ്ഥലത്താണ്. 2000-ന്റെ തുടക്കത്തിൽ കേരളത്തിൽ വളരെയധികം തരംഗം സൃഷ്ടിച്ചൊരു പ്രോഗ്രാമായിരുന്നു ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ. 2009 സീസൺ 4 സ്റ്റാർ സിംഗറിൽ വളരെ പരിചിതമായിട്ടുള്ളൊരു മുഖമായിരുന്നു ഷിബുവിൻ്റേത്. ഷിബു അന്നൊരു സ്റ്റാറായിട്ട് വേദികളിൽ നിറഞ്ഞു നിൽക്കുകയും നമ്മളൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ട് ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഷിബുവിൻ്റെ അവസ്ഥ എന്താണ്? ഇപ്പം ഷിബു എന്ത് ചെയ്യുന്നു? അപ്പം ഇന്ന് ഷിബുവിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇപ്പോൾ എന്നോടൊപ്പം ഇരിക്കുന്നതാണ് ഐഡിയ സ്റ്റാർ സിംഗിലെ സ്റ്റാറായിരുന്ന ഷിബു. ഷിബു നമസ്കാരം. നമസ്കാരം. പ്രതീക്ഷിച്ചതിൽ വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ അല്ലേ? ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള അവസ്ഥയാണ് ഇപ്പോൾ. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കാറുണ്ടോ? ഓർക്കാൻ പറ്റത്തില്ല. തളർച്ചതിന് ശേഷം ഒട്ടും ഓർക്കാൻ പറ്റത്തില്ല. കാരണം എല്ലാം ഇങ്ങനെ മറന്നു പോവുകയും, പക്ഷെ അപ്പോൾ നടക്കുന്ന കാര്യം ഓർക്കാൻ പറ്റും. സ്റ്റാർ സിംഗറിലെ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഓ, ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓർമ്മ വരും, അല്ലാതെ ഓർമ്മ വരത്തൊന്നുമില്ല. കാര്യം ഈ തളർച്ച വന്നതിന് ശേഷം ഒട്ടും ഓർമ്മ നിൽക്കത്തില്ല. ഷിബു പിന്നെ ഈ കാഴ്ച ജന്മന ഇല്ലാത്തതാണ്? എനിക്ക് ഒട്ടും കാഴ്ചയില്ലായിരുന്നു. പിന്നെ ഈ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷം അവർ ഈ ഗിരിധറ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ കണ്ണ് ഓപ്പറേഷൻ ചെയ്തിട്ടാണ് ഒരിച്ചിരി കാഴ്ച ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളെല്ലാവരും ഇപ്പൊ കാണാൻ പറ്റുന്നത്. അതാരാ അന്ന് അതിന്റെ ഇതൊക്കെ ചെയ്തു തന്നത്? ആരായിരുന്നു? അതായത് ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ അകത്ത്. ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടില്ല എന്നെ ഈ ഹോസ്പിറ്റലിലോട്ട് വിട്ടത് തന്നെ.
ഈ സീസൺ 4-ലായിരുന്നല്ലോ ഷിബു വന്നത്. സീസൺ 4-ലായിരുന്നു. അന്ന് പാടിയ ഏതെങ്കിലും പാട്ട് ഓർമ്മയുണ്ടോ? അന്ന് പാടിയ പാട്ടുകൾ ഏതൊക്കെ പാട്ട് പാടി, ഏതോ കളിനാദം, അതാണ് ഏറ്റവും ആദ്യം പാടിയ പാട്ട്. ഏതോ കളിനാദവൻ കരളിൽ എന്നുള്ള പാട്ടാണ്. അത് ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ പാട്ട് പാടി. എന്നെ ഒരു 8-9 പാട്ട് അങ്ങോട്ട് പാടി. അപ്പോഴത്തേക്ക് അല്ല ഈ ഓപ്പറേഷൻ വന്നത്. ഓപ്പറേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമുക്ക് നിൽക്കാനൊക്കത്തില്ല. കാര്യം ഈ 3 മാസം റെസ്റ്റ് വേണമല്ലോ. അതുകൊണ്ട് പറഞ്ഞ് ഔട്ടാക്കിയതല്ല, നമ്മൾ പറഞ്ഞ് ഔട്ടായത്. പിന്നെ അപ്പൊ അന്ന് ജഡ്ജസ് ആയിട്ടിരുന്നവർ ആരൊക്കെയാണെന്നൊക്കെ ഓർമ്മയുണ്ടോ? അന്ന് ശരത് സാറ്, ശ്രീകുമാർ സാറ്, പിന്നെ ചിത്ര ചേച്ചി. അവരാരെങ്കിലും ഇപ്പൊ വിളിക്കാറുണ്ടോ? അവർ 3 പേരും വിളിക്കാറില്ല. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വിളിച്ചിട്ടേ ഇല്ലേ? വിളിച്ചിട്ടൊന്നുമില്ല. സ്റ്റാർ സിംഗറിൽ നിന്ന് ഇറങ്ങിയപ്പോ ഷിബുവിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെ വന്നിരുന്നോ? വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴല്ലേ തളർന്നു പോയത്. തളർന്നു പോയപ്പോഴത്തേക്കും നമ്മൾ ആകെപ്പാടെ കിടപ്പായില്ലേ. ഇപ്പോഴേ എത്ര വർഷമായി ഇപ്പൊ തളർന്നിട്ട്? ഇപ്പം ഏതാണ്ട് സത്യം പറഞ്ഞാൽ 10.5 വർഷം എന്ന് പറഞ്ഞാൽ മതി. 10.5 വർഷം. അതായത് ഒരു ഷിബുവിന് കുറച്ച് ഓർത്തെടുക്കാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ്. അപ്പം നിങ്ങളത് വേറൊന്നും തെറ്റിദ്ധരിക്കരുത്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സെപ്റ്റംബർ മാസം 31-ാം തീയതി അങ്ങോട്ട് തളർന്നത്. അതായത് തുലാമാസം 1. ഇവിടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണോ സംഭവിച്ചത്? ഇവിടെ താഴെ വീട്ടിൽ വെച്ചിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. തളർന്നു പോയത്. അതും അന്ന് അതിൻ്റെ തലേന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് വന്ന് ഒരു 3-3:30 ഞാൻ വീട്ടിൽ വന്ന് കിടന്നുറങ്ങി. ഉറങ്ങിയിട്ട് രാവിലെ ഒരു 6:45 7:15 ആയപ്പോഴത്തേക്കും എണീറ്റ് ഞാൻ കയ്യും കൊത്തി ഞാനിങ്ങനെ എണീറ്റ് നിന്നപ്പോഴേ ഞാനിങ്ങനെ അപ്പോഴെ തന്നെ തറയി വീഴും. ഷിബുവിനപ്പോൾ അറിയാമായിരുന്നോ ഇങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നോ? എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. ഇല്ലായിരുന്നല്ലേ? എനിക്കൊന്നും ഓർമ്മയില്ല. എണീക്കുന്നത് വരെ എനിക്ക് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അല്ല, അപ്പം അത് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അത് എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ വരാനുള്ള കാരണം എന്തെങ്കിലും പറഞ്ഞോ? അത് എനിക്കറിയത്തില്ല. ഇല്ല, അതൊക്കെ നമുക്ക് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കാം. അമ്മ കൂടെ ഉണ്ട്. ഷിബുവിൻ്റെ കല്യാണം കഴിഞ്ഞതാണോ? എൻ്റെ കല്യാണം കഴിഞ്ഞായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഒരു കൊച്ചുണ്ട്. കൊച്ചിന് ഇപ്പോൾ 8.5 വയസ്സ് കഴിഞ്ഞു. മോൻ പാടുമോ? അവൻ അങ്ങനെയുള്ള ഒന്നുമില്ല, ഒരു പരിപാടിയില്ല. വൈഫോ? അത് ഭാര്യയുടെ പേര് ലിജ എന്നാണ് ഭാര്യയുടെ പേര്. ഇപ്പം പിണങ്ങി പോയിട്ടിപ്പം 2.5 വർഷം കഴിഞ്ഞു. 2.5 വർഷം കഴിഞ്ഞു. ഇപ്പം ആരാ നോക്കുന്നത്? ഇപ്പോൾ എൻ്റെ അമ്മച്ചേ നോക്കുന്നത്. വേറെ ആരും ഇല്ലല്ലോ. ഞാനും എൻ്റെ അമ്മയും മാത്രമേ ഉള്ളൂ. ഇപ്പം പാടാൻ പറ്റുമോ? പാടാനൊന്നും പറ്റത്തില്ല. പാട്ടൊന്നും ഇപ്പം പാടണമെന്ന് ആഗ്രഹമുണ്ടോ? ആഗ്രഹമല്ലേ ഉള്ളൂ. നമുക്ക് പാടണമെന്നുള്ള ആഗ്രഹമല്ലേ നമുക്ക് എപ്പോഴും. അപ്പൊ പറ്റില്ല എന്ന് പറയണ്ട, നമുക്ക് പറ്റും മനസ്സിനോട് പറഞ്ഞു. നമ്മുടെ മനസ്സിൽ പറ്റുമെന്നുള്ള ഈ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒരു ലൈൻ പോലും പാടാൻ പറ്റത്തില്ലേ? പാടി കഴിഞ്ഞാൽ അപ്പോഴേ ദിവസം മുട്ടളവും. അത് കുഴപ്പമില്ല, ഇച്ചിരി മോശമായാലും കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്തു. വീണ്ടും അത്ര പറ്റും. പാടി കഴിഞ്ഞാൽ ഇപ്പോഴും സൗണ്ടിനൊന്നും ഒന്നും വന്നിട്ടില്ല. മനസ്സിന് ധൈര്യം കൊടുത്ത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേറി വരും അല്ലേ? പഴയതുപോലെ ആവണ്ടേ? പഴയതുപോലെ ആവണമെന്നുള്ള ചിന്തയേ ഉള്ളു നമുക്ക്. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ഷിബുവിന്റെ അമ്മയാണ്. എന്തായാലും അമ്മയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അമ്മയുടെ പേരെന്തോ? തങ്കമ്മ. എന്ത് ജോലിക്ക് എന്തെങ്കിലും? ഞാൻ ജോലിക്ക് കുടിപ്പണിക്ക് എല്ലാം പോകുന്നുണ്ട്. പിന്നെ പോച്ച ഇറക്കാൻ പോകുന്നുണ്ട്. അതൊക്കെ തന്നെ എൻ്റെ ജോലി. അല്ലാതെ പ്രത്യേകിച്ച് ജോലി കട്ടിപ്പണിയൊന്നും ചെയ്യാനും ഇപ്പം പറ്റത്തില്ല. അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടല്ലേ? ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ചെയ്യും. ഷിബുവിനെ നോക്കുന്നത് അമ്മയാണെന്ന് പറഞ്ഞു. വൈഫ് പിണങ്ങിപ്പോയി. ഭാര്യ എന്ത്
അത് ശകലം പിന്നെ വീട്ട് പ്രശ്നം അങ്ങനെ അവക്കുള്ള തള്ളാന്ന് വിളിച്ചോണ്ട് പോയത്. പിന്നെ വന്നിട്ടില്ല? ഇല്ല ഇല്ല. വിളിക്കാറുണ്ടോ ഷിബുവിനെ? ഇല്ല ഇല്ല. കുഞ്ഞിനെ കാണാനോ? കുഞ്ഞിനെ കാണാൻ ഞാൻ കുഞ്ഞിനെ പോയി കൊണ്ടുവരും. അപ്പൊ ഇന്ന് അങ്ങനെ കൊണ്ടുവന്നെയാണ്? കൊണ്ടുവന്നേ. ഇവിടെ അടുത്ത. അപ്പൊ ഇവിടെ വെച്ച് ഇങ്ങനെ വന്നത് കൊണ്ട് വൈഫ് ഒന്നും പറയത്തില്ലയോ? ഇല്ല, കുഴപ്പമില്ല. അവളെ വിളിച്ച കൊച്ചിൻ്റെ അടുത്തോട്ട് ആക്കിയിട്ടാ വന്നത്. ഇനി ഞാൻ പോയെങ്കിലേ അവിടെ നിന്ന് കൊണ്ടുവരാനൊക്കെ ബില്ലടച്ച് കൊണ്ടുവരാൻ. അമ്മയൊന്നും അടയ്ക്കുന്നത്? അവരടയ്ക്കത്തില്ലേ? അവക്കുള്ളായി പൈസ ഒന്നുമില്ല, പണിയില്ലായിരുന്നു അവക്ക്. ഇപ്പൊ കൺഫ്യൂഷന്റെ ആവശ്യമില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഷിബുവിന്റെ മകൻ എന്തൊരു ഇതെടുത്ത് കുടിച്ചത്. എന്തുവായിരുന്നു? കർപ്പനോ? തിന്നർ. തിന്നർ വെള്ളമാണെന്ന് വിചാരിച്ചിട്ട് തിന്നർ എടുത്ത് കുടിച്ചു. അപ്പൊ അത് എന്തായാലും പെട്ടെന്ന് തന്നെ അവൻ തുപ്പി. 8 വയസ്സേ ഉള്ളൂ. ഇപ്പൊ ഹോസ്പിറ്റലിലാണ്. അമ്മയ്ക്ക് അവിടെ പോകണം എന്ന് വെച്ചാൽ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ പോയി ബില്ലടച്ചാൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ അതാണ് ധൃതി പിടിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടിക്കത്തില്ല. പിന്നെ ഇപ്പൊ ഷിബുവിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു? ഷിബുവിന്റെ കാര്യം എല്ലാ കാര്യവും ഞാനാ ഇപ്പൊ നോക്കുന്നത്. ഇനിയിപ്പോ ഉടനെ തന്നെ തൃശ്ശൂർ ഒരു ആശ്രമം, പിന്നെ ആയുർവേദ, അല്ല അലോപ്പതിയിലൊന്നും കാണിച്ചിട്ടൊന്നും? അതിലും കാണിച്ചിട്ട് ഒന്നുമില്ല, ഒന്നും വന്നില്ല. അങ്ങനെ ഇഷ്ടം പോലെ ഞാൻ കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ട്. അഞ്ചലും പല്ലൂരും എല്ലാം ഇഷ്ടം പോലെ കൊണ്ടുപോയി കിടത്തി ചികിത്സിച്ച്. എന്തോ അവര് പ്രശ്നമായിട്ട് പറയുന്നത്? പ്രശ്നം എന്തുവാന്ന് പറഞ്ഞാ ഈ ഷോക്ക് വന്ന് കുറഞ്ഞ് തളർന്നു വീണതാ. തളർന്നു വീണ് ഈ ഒരു വശം മൊത്തം തളർന്നതാ. ഈ ഒരു വശം മൊത്തം കോച്ചകം. അങ്ങനെ ഞാൻ ഇവിടെ അടുത്ത് ഒരു ആയുർവേദ ആശുപത്രി ഉണ്ട്. അവിടെ പോയി ഞാൻ മരുന്നും കഷായവും ഗുളിയെല്ലാം വാങ്ങിച്ചുകൊണ്ട് കുറേ ദിവസമൊക്കെ കൊടുക്കാൻ നേരം അതങ്ങ് മാറും. വീണ്ടും ഈ ശ്വാസം മുട്ടലും ഈ പിന്നെ തളർച്ചയും. ഈ ശ്വാസം മുട്ട് പണ്ട് തൊട്ടേ ഉണ്ടോ? ഇല്ല ഇല്ല, ഇപ്പൊ 2 വർഷം തളർച്ച വന്നതിന് ശേഷമാണ്. 1.5 വർഷം കൊണ്ടേ ഉള്ളൂ ചുമയും. അതിനു മുന്നേ വരെ പാടാൻ പറ്റുമായിരുന്നോ? പാടാനും പിന്നെ ഈ ശ്വാസം മുട്ടൂലായിരുന്നു. ഇത് പഴയതുപോലെ ആവാൻ പറ്റുമെന്ന് പറയുന്നുണ്ടോ? പഴയതുപോലെ ഇവിടെ പോയാൽ പഴയതുപോലെ ആവും. അതിന് ഒരുപാട് പൈസ ഉണ്ട്, പൈസ ചെലവുണ്ട്. നല്ല പൈസ ചെലവുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാല് എന്തായാലും കിട്ടിക്കഴിഞ്ഞിട്ട് പോവാൻ പാടാ കേട്ടോ. അന്നേരം ഇന്ന് 1-ാം തീയതി അല്ലേ, ഇനി ഒരു 2 ആഴ്ചക്കുള്ളിൽ പോകാനുള്ള ഒരുക്കമാണ്. ഇപ്പൊ ഈ ഇവിടൊക്കെ ഉള്ളവരൊക്കെ സഹായിക്കുമോ? എല്ലാരും സഹായിക്കും. എല്ലാരും സഹായിക്കും. അവനവനെ കൊണ്ടൊക്കുന്ന സഹായം എല്ലാരും ചെയ്യും. ഈ സ്റ്റാർ സിംഗറിൽ നിന്നുള്ള കൂടെ പാടിയവരോ അങ്ങനെയുള്ളവരാരെങ്കിലും വരാറോ വിളിക്കാറോ? വരാറുമില്ല, വിളിക്കാറുമില്ല ആരും. ഇതിപ്പോ ഇവര് താമസിക്കുന്ന ഒരു ഏരിയ തന്നെ നമുക്ക് വരാൻ വേറൊരാളുടെ വഴി കൂടാണ് നമ്മൾ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരിത്. പിന്നെ ഷിബു കിടക്കുന്ന റൂമാണെങ്കിലും ഷീറ്റ് ഒരു ഫാൻ വെച്ചിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു പോച്ച വിറ്റിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇത്രയും വലിയൊരു കലാകാരൻ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അന്ന് ഐഡിയ സ്റ്റാർ സിംഗറിലെ ഷിബു എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര സെലിബ്രിറ്റി ആയിരുന്നു. എല്ലാവരും വന്ന് ഷിബു തന്നെ പറഞ്ഞു. അപ്പോഴത്തേക്ക് അതിനു മുന്നേ പ്രോഗ്രാം നടത്തിയിരുന്നതിനേക്കാളും കൂടുതൽ പൈസ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ജീവിതം വളരെ കളർഫുള്ളായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രോഗ്രാം കഴിഞ്ഞ് വന്ന് നെക്സ്റ്റ് ഡേ ആണ് ഷിബു പെട്ടെന്ന് തളർന്നു വീഴുന്നത്. പിന്നുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല. എന്നാലും ആ അമ്മ ഇത്രത്തോളം മകനെ കൊണ്ടെത്തിച്ചു. എത്ര ആണെങ്കിലും കഷ്ടം. ഈ ഒരു പ്രായത്തിൽ ഇവിടുന്ന് 30 ഉള്ളായിരുന്നു, BP 30 ഉള്ളായിരുന്നു. ഇവിടുന്ന് മെഷീനിൽ കൊണ്ടുപോയി ട്രിപ്പ് വിട്ട് പിന്നെ ഓക്സിജനും കൊടുത്ത് 2 നേഴ്സുമാർ 1 ഡോക്ടർ ഇവിടുന്ന് ആംബുലൻസ് പോയത് തിരുവനന്തപുരത്ത്. അതുകൊണ്ടാണ് രക്ഷപ്പെട്ടതില്ലേ? അപ്പോഴും ഡോക്ടർ പറഞ്ഞു ഷിബുവിന് ആയുസ് ഉണ്ടെങ്കിൽ തിരിച്ച് തരാം എന്ന് പറഞ്ഞു. പിന്നെ പൈസ കുറെ അങ്ങായി. എന്നാലും 6 മാസം ഒറ്റ കിടപ്പായിരുന്നു. എല്ലാത്തിനും ഒറ്റ കിടപ്പായിരുന്നു. ഈ കുറച്ച് നാള് സന്തോഷം തന്നത് മൊത്തം തിരിച്ചെടുത്തു അല്ലേ? അത് പിന്നെ നമുക്ക് എന്നും ദൈവം അങ്ങനെ ഒരു ഇത് തരുമോ? അന്നേരം ഞാൻ കരഞ്ഞിട്ടില്ല, ഇന്നും കരഞ്ഞിട്ടില്ല. കരഞ്ഞാലും ചിരിച്ചാലും നമുക്ക് വരാനുള്ളതൊന്നും വഴി തങ്ങത്തില്ല. നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടും, പോകാനുള്ളത് നമുക്ക് പോകും. ഒരു ധൈര്യം മാത്രമേ എൻ്റെ മനസ്സിൽ അന്നും ഉള്ളു, ഇന്നും ഉള്ളു. ഒരു ശകലം അനക്കം മാത്രമേ ഇവിടെ ഉള്ളായിരുന്നു.
ഞാൻ അവിടെ കിടന്ന് കരഞ്ഞിട്ടുമില്ല, തിരുവനന്തപുരത്ത് കിടന്ന് കരഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. 30 രൂപയും കൊണ്ടാണ് ഞാൻ ഈ ആശുപത്രിയിൽ പോയി. അപ്പൊ അമ്മ പറഞ്ഞു ഇവിടുന്ന് പെട്ടെന്ന് കൊണ്ടുപോകുന്നു, വീഴുന്നു, അവിടെ ചെന്നു 30 രൂപയായിട്ടാണ് പോകുന്നത്. പക്ഷെ ആ സമയത്ത് ഷിബു ഐഡിയ സ്റ്റാർ സിംഗറിലെ ഫെയിം എന്നുള്ള ഒരാൾ കൂടാണ്, ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഷിബു ഇങ്ങനെ വീഴുന്നത് അറിഞ്ഞിട്ട് ആരെങ്കിലും വരുമോ? ഇല്ല ഇല്ല, അന്ന് കൂടെ ഉള്ളവര് പാടുന്നവരാരും ഐഡിയ സ്റ്റാർ സിംഗിന്ന് ഇന്ന് വരെ ഒരു മനുഷ്യനും വന്നിട്ടില്ല, വേറെ ആരും വന്നിട്ടില്ല. ഞാനേ ഉള്ള അന്ന് ഇന്നും എല്ലാം. ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള ഒരു പരിഗണന വല്ലതും ഉണ്ടായിരുന്നോ? ആശുപത്രിയിലുണ്ടായിരുന്നു ഡോക്ടർമാരും നേഴ്സുമാരും. അവർക്കുള്ള സഹായം ഇല്ലെങ്കിൽ ഞാൻ ഈ 30 രൂപയും കൊണ്ടുപോയാൽ ഞാൻ അവിടെ നിന്ന് പറ്റുന്ന എങ്ങനെയാ? പിന്നെ അന്ന് അവരെ കൊണ്ട് എനിക്ക് സഹായം ഉണ്ടായിരുന്നു, മെഡിക്കൽ സ്റ്റോറുകാരെ കൊണ്ട് എനിക്ക് സഹായം ഉണ്ടായിരുന്നു. 30 രൂപയും കൊണ്ടുപോയ എനിക്ക് 3-ാമത്തെ ദിവസം 5000 രൂപയുടെ മരുന്ന് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്, ആശുപത്രിയുടെ വാതക്കയിൽ നിന്ന്. ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മൊബൈൽ, അത് അതിൻ്റെ നമ്പറൊക്കെ പോയി. ഈ ഒരു മൊബൈൽ ഞാൻ കൊണ്ടുപോയി കൊടുത്തിട്ട് പറഞ്ഞ് ഇന്നതുപോലെ ഇരിക്കുക സംഭവം. ഞാൻ അവിടുന്ന് തന്നെ വണ്ടിക്കൂലിക്ക് പൈസ 500 രൂപ മേടിച്ച് ഞാൻ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയാൽ ഉടനെ ഞാൻ ഈ പൈസ കൊടുക്കും. ഈ 3 ഇഞ്ചക്ഷൻ, ഒരു ഇഞ്ചക്ഷന് 300 രൂപ, 2 ഇഞ്ചക്ഷന് 200 രൂപ. ഈ ഇഞ്ചക്ഷൻ കുത്തിവെച്ചിലേക്ക് എൻ്റെ പോക്കാം, ഇത് കുത്തിവെച്ചെങ്കിലേ വെക്കൂ. അങ്ങനെ ആ മോരാളിയെ കണ്ട് ഞാൻ എൻ്റെ വിഷമം പറഞ്ഞു. എൻ്റെ വിഷമം പറഞ്ഞാൽ കരഞ്ഞതുമില്ല, പിഴിഞ്ഞതുമില്ല, ഒന്നുമില്ല. ഈ മൊബൈലേ എൻ്റെ കയ്യിലുള്ളൂ. ഇത് വെച്ചും കൊണ്ട് എനിക്ക് ഇത്രയും മരുന്ന് തരണം. ഞാൻ പോയിട്ട് വന്നാൽ ഉടനെ ആ സെക്കൻഡ് കാശ് ഞാൻ ഇനി കൊണ്ട് തരും, വിശ്വാസം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ പറഞ്ഞു. ആ മെഡിക്കൽ സ്റ്റോറിലെ മോലാളി 5000 രൂപയുടെ മരുന്ന് ആ സെക്കൻഡിൽ എനിക്ക് എടുത്തു തന്നു. ഞാൻ കൊണ്ടുപോയി ഇവനെ കുത്തിവെച്ചിട്ട് പിറ്റേന്ന് ഞാൻ ഇനി വന്നു. ഇവനെ മാത്രം അവിടെ ആക്കിയിട്ട് നേഴ്സുമാരെ അവനെ അവിടെ ആക്കി ഏൽപ്പിച്ചിട്ട് അവരെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ വന്നു. അതിലേ വന്നപ്പോൾ നിങ്ങളൊരു ചായക്കട കണ്ടില്ലേ, അവിടെ വന്ന് 25000 രൂപ അവിടെ നിന്ന് വാങ്ങിച്ചും കൊണ്ട് പ്രമാണം അവിടെ കൊണ്ട് കൊടുത്ത് 25000 രൂപ മേടിച്ചും കൊണ്ട് വന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ തിരിച്ചു പോയി. ആ 25000 രൂപ കൊണ്ടുപോയി 15000 രൂപ ഈ മെഡിക്കൽ സ്റ്റോറിൽ കൊടുത്തു. 5000 രൂപ ഞാൻ കൊടുക്കാനുള്ളത്, 500 രൂപ ഞാൻ കടം വാങ്ങിച്ച വണ്ടിക്കൂലിക്ക്, അല്ലാതെ ഞാൻ 10000 രൂപ ഞാൻ അവിടെ കൊടുത്തു. കാരണം എനിക്ക് മരുന്ന് വേണം. ഞാൻ ആശുപത്രിയിൽ ചെന്ന് കയറിയ വന്ന് വാങ്ങിക്കണം. കൊടുത്തിട്ട് ഞാൻ കയറിപ്പോയി. എന്തോ വിശ്വസിച്ചാൽ ഞാൻ 10 രൂപ അങ്ങേർക്ക് കൊടുത്തേ. അങ്ങേർക്ക് ഈ 5500 രൂപ എനിക്ക് തരാൻ വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് 10 രൂപ അങ്ങേർക്ക് കൊടുത്താലും അങ്ങേര് വാരി കെട്ടിപ്പോകൂ. ഞാൻ ഒന്നും ചിന്തിച്ചില്ല, കൊടുത്തിട്ട് ഞാൻ കയറിപ്പോയി. എന്നെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഡോക്ടർക്കളിലൂടെ ഞാൻ വിവരം പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ആവശ്യം പോലെ എൻ്റെ മോന് മരുന്ന് ഇഞ്ചക്ഷനും എല്ലാം വെറുതെ ആവശ്യം പോലെ കൊടുത്തു. അല്ലാതെ പുറത്തുനിന്ന് ഒരു വ്യക്തികൾ 1 രൂപ എനിക്ക് സഹായിച്ചിട്ടുമില്ല, ചെയ്തിട്ടുമില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല. എത്ര നാളങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടന്നു? മെഡിക്കൽ കോളേജിൽ പിന്നെ ഒരുപാട് നാൾ കിടന്നില്ല, പിന്നെ 10-20 ദിവസം കിടന്നുള്ളൂ. അപ്പോഴും നടക്കാനൊക്കത്തില്ല. പിന്നെ മാസം തോറും ഈ 6 മാസം തോറും പോയി ഗുളിക വാങ്ങിച്ചുകൊണ്ട് വരും. പോകുമ്പോഴെല്ലാം 5000 രൂപ, 7000 രൂപ, 8000 രൂപയുടെ ഗുളിക ഡോക്ടർ ചെല്ലാൻ പറയുമ്പോൾ കൊണ്ടുപോയി നോക്കിച്ച് അത്രയും മരുന്നും ഗുളിക എടുത്തോണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ആംബുലൻസിലാണ്? അല്ല, ഇവിടുന്ന് ജീപ്പ് വിളിച്ചാ പോന്നേ. ജീപ്പ് വിളിച്ചാൽ ഇവിടുന്ന് വെളുപ്പിനെ പോന്നേ, എങ്കിലേ അവിടെ ടോക്കനൊക്കെ കിട്ടും. അങ്ങനെ പോന്നേ. ആ ജീപ്പുകാരൻ്റെ ചിലവും വണ്ടിക്കൂലി എല്ലാം ഞാൻ തന്നെ കൊടുക്കുന്നത്. ഈ 2 മാസത്തിന് മുമ്പിട്ട് വരെ ഈ പൊല്ലു ആശുപത്രിയിൽ തന്നെ 9 ദിവസം, 10 ദിവസം, 7 ദിവസം എല്ലാം ഐസിയിൽ കിടക്കും. കൊണ്ടുപോയി ഐസിയിലിടും. അപ്പോഴെല്ലാം എൻ്റെ നാട്ടുകാർ എല്ലാവരും പറയുന്നു ഷിബു മരിച്ച് അങ്ങനെ തന്നെ പറയുന്നത്. ഈ ആശുപത്രിയിൽ പോയാലും അതേപോലെ ഈ ആശുപത്രിക്കകത്തുള്ളവരും ഡോക്ടർമാരും നേഴ്സുമാരും മൊത്തം എന്നെ സഹായിക്കും. അപ്പൊ അമ്മ ഇങ്ങനെ ധൃതി പിടിച്ച് നിൽക്കാന്ന് വെച്ചാൽ കൊച്ചിനെ ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ അമ്മ ചെല്ലണം, മരുമോൾ അവിടെ വരും. അപ്പൊ വന്നു, പക്ഷെ അതിനും ജോലിയൊന്നുമില്ല. ഇപ്പൊ ചെറിയ പിണക്കത്തിലാണ്, നാത്തൂന്റെ മോളാന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഷിബുവിന് വേണ്ടി എന്ത് ചെയ്യണം? എന്തോ ചെയ്യാൻ അവനെ ഈ ആശുപത്രി കൊണ്ടുപോകണം. അതാണ് ആശുപത്രി കൊണ്ടുപോയി എന്നെ ചികിത്സിക്കണം. അതുകൊണ്ട് എന്നെ നാട്ടുകാര് അവരെ കൊണ്ട് ഒക്കുന്നേ 50 രൂപയുള്ളോ, 10 രൂപയുള്ളോ, 5 രൂപയുള്ളോ
1 രൂപ വെച്ച് ഇട്ടാ പോരെ, അതെ. 1 രൂപ വെച്ചിട്ടാ പോരെ, ഒരാൾക്കുള്ള ജീവൻ രക്ഷപ്പെടുത്തി എടുത്തൂടെ. അതെ. 1 രൂപ വെച്ചിട്ടാൽ മതി, അല്ല തോനെയൊന്നും വേണ്ട. ഞാനും ഒരു കാര്യം, ഞാനും എത്ര എണ്ണത്തിന് ഞാൻ കൊടുക്കുന്നു. നമ്മൾ ആരായാലും 1 രൂപ വെച്ചിട്ടാൽ മതി. ഒരാൾക്കുള്ള മനസ്സുണ്ടാവണം. 1 രൂപ ഇടാനുള്ള മനസ്സുണ്ടാവണം. അത് ഒരുപാട് ധാരാളം. ഈ 1 രൂപ വെച്ചിട്ടാ ഒരു 3 ലക്ഷം പേര് 1 രൂപ വെച്ചിട്ടാ എത്ര ലക്ഷം രൂപ ആവും? 3 ലക്ഷമായി ആവോ? 1 രൂപ അതെന്നെ കൊണ്ട് കഴിയത്തില്ലേ? കഴിയും. അതുകൊണ്ട് ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ 1 രൂപ വെച്ചിട്ട് എൻ്റെ മോനെ രക്ഷപ്പെടുത്താൻ ആശുപത്രി കൊണ്ടുപോകാൻ പോവുക. രക്ഷപ്പെടുത്താനുള്ള സാമ്പത്തികം. ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോകുന്നത്? തൃശ്ശൂർ. തപോദ്യാൻ അവിടേക്കാണ് ഷിബുവിനെ കൊണ്ടുപോകുന്നത്. അല്ല, അവിടെ പോയിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? എവിടെ? ചാനലില് പാട്ട് പാടിക്കാൻ പാട്ട് പാടാൻ പോയെടുത്ത് തിരുവനന്തപുരത്ത് നല്ലത് തന്നെയായിരുന്നു. എല്ലാരെയും പരിചയപ്പെട്ടു, എല്ലാരും സ്നേഹമുള്ളവരെ, ചേച്ചിയൊക്കെ എല്ലാരെയും നല്ല പരിചയപ്പെട്ട, എല്ലാരും സ്നേഹമുള്ളവരെ. നമ്മൾ പോയ എല്ലാവർക്കും ഭയങ്കര സ്നേഹം. പിന്നെ എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. നമ്മൾ തിരിച്ചു വരുന്നത് വരെ. പക്ഷെ അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേവരെ യാതൊരു അറിവുമില്ല. അവര് നമ്പരൊന്നും തരത്തില്ല? നമ്പർ ഉണ്ടായിരുന്നു, ഇവന്റെ കയ്യിൽ, ഇവന്റെ മൊബൈലിലുണ്ടായിരുന്നു. തളർന്ന് വീണ് കഴിഞ്ഞ് ഇവനെയും കൊണ്ട് ഞാൻ ആശുപത്രിയിൽ പോവോ, ഫോൺ തിരക്കി എടുക്കുവോ, എൻ്റെ കയ്യിലുള്ള ഒരെണ്ണം കൊണ്ടാണ് ഞാൻ പോയത്. അവൻ്റെ മൊബൈൽ ഇവൻ വീണപ്പോഴേ പിന്നെ താഴെ വീണ് തല്ലിപ്പൊട്ടി പോയി. പിന്നെ ഞാൻ തിരിച്ചു വരുന്ന എന്നാ? അപ്പോഴത്തേക്ക് ഇതൊക്കെ അങ്ങ് തേഞ്ഞു മാഞ്ഞു പോയി. എവിടെ പോയോ പിള്ളേരൊക്കെ തൂത്തുവാരി, എവിടെ കളഞ്ഞോ ഒന്നും അറിയാൻ വയ്യ. എല്ലാ നമ്പരും പോയി. സെലിബ്രിറ്റി ആയിരുന്നപ്പോഴത്തേക്ക് ജീവിതം വളരെ കളർഫുൾ ആയിരുന്നു. പക്ഷെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരാളും വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. കൂടെ പാടിയവരും ഇല്ല, ജഡ്ജസും ഇല്ല, ചാനലുകാരും ഇല്ല, ആരുമില്ല. അമ്മ മോനെ കൊണ്ടുവരാനായിട്ട് കാര്യം എനിക്ക് അയ്യൊരു അവനല്ലേ ഉള്ളു, നമ്മളെ അയ്യൊരു എനിക്ക് അവനേ ഉള്ളൂ, അല്ല വേറെ ആരുമില്ല. എൻ്റെ ഭാര്യ അമ്മയല്ലയോ ഇത്രയും നോക്കുന്നത്, അപ്പൊ അമ്മയോ? അമ്മച്ചി എൻ്റെ അമ്മയല്ലേ. പിന്നെ എൻ്റെ മോനെന്ന് പറഞ്ഞാൽ എനിക്കുണ്ടായത് എൻ്റെ മോൻ. ഷിബു ഒറ്റ മോനാണോ? ഞാൻ ഒരാളേ ഉള്ളൂ. എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു, അവര് മരിച്ചുപോയി. അതെന്താ അസുഖമായിട്ട് മരിച്ചാണോ? അവർക്ക് എനിക്ക് 3 വയസ്സുള്ളപ്പോൾ അവർക്ക് എൻ്റെ പെങ്ങൾക്ക് 7 വയസ്സുണ്ടായിരുന്നു. 7 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ പെങ്ങൾ മരിച്ചത്. മരിച്ചതിന് ശേഷം പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയ്ക്ക് അപ്പൊ എന്നും കഷ്ടപ്പാടാ. അമ്മച്ചിക്ക് പക്ഷെ അമ്മ ഒരിക്കലും ചിരിച്ചോണ്ടാ എല്ലാം പറയുന്നത്. അമ്മ പറയുന്നത് അങ്ങനൊന്നും ഇല്ല, രക്ഷപ്പെടുത്തിയാ മതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അമ്മയ്ക്ക്. നമുക്കതല്ലേ ഉള്ളു, രക്ഷപ്പെട്ടാ മതി. രക്ഷപ്പെടണം. എനിക്ക് പഴയതുപോലെ എനിക്ക് പാട്ട് പഠനം പുല്ലാങ്കുഴൽ വായിക്കണം. അതായത് പുല്ലാങ്കുഴലാണ് എൻ്റെ മെയിൻ പാട്ട്. പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഐഡിയ സ്റ്റാർ സിംഗർ 1ാം സീസൺ 2006 തുടങ്ങിയത്. 1ാം സീസൺ അന്ന് മുതൽ നമ്മളിങ്ങനെ ഈ പാട്ടിന് ഒന്ന് പോവാം എന്ന് പറഞ്ഞ് അയച്ച് ഏതാണ്ട് 4ാമത്തെ സീസണിൽ നമുക്ക് കിട്ടി. അങ്ങനെ പാട്ടിലോട്ടായത്. അല്ലെങ്കിൽ ഞാൻ പുല്ലാങ്കുഴലാണ് നമ്മുടെ മെയിൻ. പുല്ലാങ്കുഴലാണ് നമ്മുടെ മെയിൻ. ഇപ്പൊ ഞാൻ പറഞ്ഞിരുന്നല്ലോ 2 വരി പാടണോന്നുള്ളത്, അപ്പൊ അത് പാടിക്കേ. ഏതെങ്കിലും ഒരു വരി പാടാം. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി, എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ, ഇവിടം വൃന്ദാവനമാക്കൂ. ഇത്ര മതിയല്ലോ, എനിക്ക് പാടാൻ പറ്റത്തില്ല. അതാണ് ഇപ്പൊ എനിക്ക് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നവരടുത്ത് ചോദിക്കട്ടെ, ഈ പാട്ട് പാടിയതിനകത്ത് എന്തോ കുഴപ്പം തോന്നിയത്? എന്തോ പാടാൻ പറ്റാത്തത്?
അതാണ്. അല്ല എന്തോ പാടാൻ പറ്റാത്തത്? അല്ല ഇപ്പൊ ഒരു വശം തളർന്നു എന്ന് പറഞ്ഞ്, ശ്വാസം ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്നിട്ട് നല്ലതായിട്ട് പാടുന്നില്ല. അല്ല നമുക്കിത് ഒരു പാട്ടായിട്ട് എനിക്കിത് ഫീൽ ചെയ്യത്തില്ല. കാര്യം നമ്മള് ഇത് നമുക്കൊരു നമ്മളിങ്ങനെയൊന്നും അല്ലല്ലോ പാടുന്നത്. അത് അപ്പൊ നമുക്കൊരു അസുഖം വന്നു. അപ്പൊ നമ്മൾ അതിനകത്ത് ഇനി ഇത് നമ്മൾ പതുക്കെ ഇപ്പൊ നമ്മളൊരു കൊച്ചു കുഞ്ഞാണ്, നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് അതിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം. അപ്പൊ നമ്മളെ മനസ്സും ശരീരവും എല്ലാം നമ്മൾ ഇതാക്കി എടുത്തെങ്കിലേ പറ്റൂ അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഷിബു ട്രൈ ചെയ്യുമല്ലോ. ട്രൈ ചെയ്താണ് ഇപ്പൊ ഇത്രയെങ്കിലും പാടാൻ. അല്ല, ഷിബുവിന്റെ അമ്മയെ കണ്ടിട്ട് എനിക്ക് അമ്മയാണ് ഏറ്റവും ധൈര്യവും, അമ്മയ്ക്ക് ആ ഒരു മനക്കരുത്തും ഉണ്ട്. അതിനൊപ്പം ഷിബു നിക്കണം. 2021 വരെയൊക്കെ എനിക്ക് ഒട്ടും പാടാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പം പാടുന്നില്ലേ, ഓർത്തെടുക്കാൻ പറ്റുന്നു, പാടുന്നു. അതിനേക്കാളൊക്കെ ഇപ്പം ഒരു ഇച്ചിരിയൊക്കെ നമുക്ക്, എന്നാലും നമുക്ക് പഴയതുപോലെ നമുക്ക് പാടാൻ പറ്റുന്നില്ലെന്നുള്ള ഈ ഒരു ഇത് ഉണ്ട്. സീസൺ 4 കൂടെ പാടിയവരെയൊക്കെ ഓർമ്മയുണ്ടോ? എല്ലാവരെയൊന്നും ഓർമ്മയില്ല. ആരെയൊക്കെ ഓർമ്മയുണ്ട്? കുറച്ചാൾക്കാരെയൊക്കെ ഓർമ്മയുണ്ട്. പേരൊന്ന് പറയാമോ? പേരൊക്കെ ഓർത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുകാരനുണ്ടായിരുന്നു. അതാണ് ഡാനി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകാരനായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ജയകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരനുണ്ട്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതൊക്കെ നമുക്ക് നമ്മളെ ചങ്ക് പാട്ടുകാരായിരുന്നു അവരൊക്കെ. പിന്നെ ഈ രണ്ടുപേരായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് പാട്ടുകാർ അവരായിരുന്നു. അവിടെ ഈ കൂടുതൽ ഷിബുവായിട്ട് ഏറ്റവും കൂടുതൽ അതായിരുന്നു ഈ രണ്ടുപേരും. ഈ രണ്ടുപേരായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ. എനിക്ക് അവരൊക്കെ ഇപ്പൊ എവിടാ? അവരൊക്കെ ഇപ്പം അതില് ജയകൃഷ്ണൻ വല്ലപ്പോഴൊക്കെ വിളിക്കും. കഴിഞ്ഞ അങ്ങേ ആഴ്ച എന്നെ വിളിച്ചായിരുന്നു ജയകൃഷ്ണൻ. ഇപ്പൊ എന്ത് ചെയ്യാ? ജയകൃഷ്ണനും ഇതേപോലെ നല്ല പാട്ടുകാരനാട്ടോ, നല്ലൊരു പാട്ടുകാരനാണ് ജയകൃഷ്ണൻ. അവൻ വിളിക്കാറുണ്ട്, വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ട്. ഡാനി വിളിച്ചിട്ടേ ഇല്ല. വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്പർ വല്ലതും കിട്ടാത്തോണ്ടായിരിക്കും. ഇപ്പം നമുക്ക് അങ്ങനെ നമ്പർ ആർക്കും കൊടുക്കാൻ നമ്മളെ കൊണ്ടൊക്കത്തില്ലല്ലോ. ജഡ്ജസിൽ ആരെയായിരുന്നു ഷിബുവിന് കൂടുതൽ ഇഷ്ടം? എനിക്ക് ശരത്തിനെയാണ് ഇഷ്ടം. ശരത് സാർ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, വിളിച്ചിട്ടേ ഇല്ല. അപ്പൊ ആ നമ്പർ എടുത്ത് ഷിബു വിളിച്ചിട്ടുണ്ടോ അങ്ങോട്ടേക്ക്? വിളിച്ചിട്ടില്ല. അതെന്താ വിളിക്കാത്ത? നമ്പറില്ലാത്തതുകൊണ്ട് വിളിച്ചിട്ടില്ല. അപ്പൊ സാർ ഇത് കണ്ടിട്ട് വിളിക്കട്ടെ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ശരത് സാറ്. പിന്നെ അത് കഴിഞ്ഞാൽ ചിത്രചേച്ചി, ജി ശ്രീമാറും. ഈ മൂന്ന് പേരിൽ ഏറ്റവും ഇഷ്ടം ശരത് സാറ് തന്നെയാണ് എപ്പോഴും. കാര്യം നമ്മൾ എന്തൊരു ചോദിച്ചാലും പറഞ്ഞു തരും. എന്തൊരു പാട്ടിൻ്റെ അകത്തുള്ള എന്തൊരു ചോദിച്ചാലും പറഞ്ഞു തരും. അതാണ് ശരത് സാർ. ഷിബു എത്ര വയസ്സ് തൊട്ടാ പാടാൻ തുടങ്ങിയത്? എനിക്ക് 2.5 വയസ്സ് മുതൽ പാട്ടൊക്കെ പാടി തുടങ്ങി. പഠിച്ചിരുന്നു ആരെങ്കിലും കീഴില്? പഠിച്ചത് 6-ാമത്തെ വയസ്സ് മുതൽ പഠിച്ചിട്ടുണ്ട്. പാട്ടല്ല, ഞാൻ പഠിച്ചത് പുല്ലാങ്കുഴലാണ്. ഞാൻ പഠിച്ചത് പുല്ലാങ്കുഴൽ, മൃദംഗം, വയലിൻ എല്ലാം അറിയാം. അങ്ങനെ കുറേ ഐറ്റംസ് അറിയാം. പക്ഷെ ഒന്നും ഇപ്പോൾ വായിക്കാൻ പറ്റത്തില്ല. കാര്യം 2 കൈ ഉണ്ടെങ്കിലല്ലേ ഇതൊക്കെ വായിക്കാൻ പറ്റും. ഈ ഒരു കൈ ഒട്ടും പറ്റില്ലല്ലേ? വെറുതെ ഇങ്ങനെ ഇരിക്കും. അത് എനിക്കറിയത്തില്ല. അത് ഒരു സൈഡ് മൊത്തത്തിൽ ഇങ്ങനെ തളർന്നിരിക്കുന്നുണ്ട്. നമുക്ക് കാലോ ഒരു സൈഡ് മൊത്തം കാല് മുതൽ തല വരെ. അതിനകത്തൊരു മാറ്റം വന്നതായിട്ട് ഷിബുവിന് തോന്നുന്നുണ്ടോ പഴയതിനേക്കാളും? പഴയതിനേക്കാളും വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കിടത്തായിരുന്നു. ഇപ്പം കുറച്ചൊക്കെ നടക്കാനും എടുക്കാനൊക്കെ. അപ്പൊ ഇവിടെ തൃശ്ശൂര് പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടും. ഇപ്പൊ ആഹാരമൊക്കെ കഴിക്കാൻ പറ്റുമോ തന്നെ? ഇടത്തൊക്കെ കഴിക്കും. എന്തോ ഇഷ്ട ഭക്ഷണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താന്ന്, നമുക്ക് ചോറല്ലേ ഏറ്റവും ഇഷ്ടം. ആണോ? അല്ലാതെ വേറെ തന്നെ ചോറാണ് ഏറ്റവും ഇഷ്ടം. അത് നമ്മൾ മലയാളികൾക്ക് ചോറല്ലേ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് പറയുന്നത്. എന്തൊരു തിന്നാലും ഒരു ചോറ് തിന്നില്ലെങ്കിൽ അതല്ലേ നമ്മൾ മലയാളികൾക്ക് അങ്ങനെയല്ലേ.
മലയാളികൾക്ക്. ഷിബു പിന്നെ ഈ സീസൺ 4 നടക്കുന്ന സമയത്ത് വേറെ വിദേശ രാജ്യത്ത് വല്ലതും പോവോ? എനിക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോകാനെത്തിട്ടില്ല. കാര്യം എനിക്ക് ഇവിടെ തന്നെ പരിപാടികൾ എനിക്ക് തീർക്കാം. പരിപാടിക്ക് പോയി ഡെയിലി പ്രോഗ്രാം ഉണ്ടായിരുന്നു എനിക്ക്. അതുകൊണ്ട് എനിക്ക് വെളിയിലോട്ടൊന്നും പോകാനെത്തിട്ടില്ല. ഇഷ്ടംപോലെ പൈസയായിരുന്നു. പൈസ എപ്പോഴും എൻ്റെ പൈസ ആയിരുന്നു, എപ്പോഴും. പറഞ്ഞിട്ട് കാര്യമില്ല. ആ പൈസ എല്ലാം തീർന്നു. ആ പൈസയും പോയി. പിന്നെ നമ്മളെ വീട് വരെ വിൽക്കേണ്ടി വന്നു. ഇതിപ്പോ വാടക വീടാണോ? അല്ല, ഇത് പിന്നീട് മേടിച്ചതായി. ഈ 2014 ഈ 14 പറയാൻ പറ്റത്തില്ല, ഒരു ചെറിയ പോലെ ഒന്നേ പറയാൻ പറ്റൂ. മഴയൊക്കെ പെയ്യുമ്പോ എന്തോ ചെയ്യും? ഇനി കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല. കാര്യം ഈ ഒരു 2 മാസം മുമ്പ് വരെ ചോറ് നിറച്ച വീട്ടിലാണ് കടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഷീറ്റ് ഇട്ടൂല്ലേ? ഇപ്പൊ അതില് ഈ നമ്മളെ ആദ്യം ഒരു ഫേസ്ബുക്കിന്റെ അകത്തൊരു വീഡിയോ ഇട്ടായിരുന്നു. അതാരായിരുന്നു ഇട്ടത്? അത് നമ്മുടെ ഇവിടെ പുത്തേം തയ്ക്കാവുന്ന പറഞ്ഞിട്ട് ജംഗ്ഷൻ ഉണ്ടല്ലോ, തയ്ക്കാവുന്ന പറഞ്ഞിട്ടൊരു ജംഗ്ഷൻ ഉണ്ട്. അവിടുന്ന് ഒരു ഷാൻ എന്ന് പറഞ്ഞിട്ടൊരാള് ഈ TV ശരിയാക്കാൻ വന്നായിരുന്നു ഇവിടുത്തെ. അങ്ങനെ ശരിയാക്കാൻ വന്നപ്പോഴേക്ക് ഞാൻ ഇതേപോലെ തളർന്നിരിക്കുന്നതാണെന്ന് അവനറിയാം. കാര്യം അവനും ഇതേപോലെ തളർന്നു വീണതല്ലേ. എന്നിട്ട് അവൻ നന്നായി വന്നതില്ലേ അവൻ. അല്ല, അപ്പൊ അവനറിയാം. അപ്പൊ അതുകൊണ്ട് അവനാണ് ഈ വീഡിയോ എടുത്ത് ഫേസ്ബുക്കിന്റെ അകത്ത് ഇട്ടത്. അപ്പൊ അതിന് സഹായങ്ങളൊക്കെ കിട്ടിയോ? കിട്ടുന്നുണ്ട്. അതുകൊണ്ടല്ലേ അങ്ങനെ. അത് കണ്ടിട്ടാണ് ഈ മുകേഷ് എന്ന് പറഞ്ഞിട്ടൊരു ഈ എറണാകുളത്ത് താമസിക്കുന്ന ഒരു മുകേഷ് എന്ന് പറഞ്ഞിട്ടൊരാള്, മുകേഷ് സാറ് വന്നിട്ടാണ് ഈ ഷീറ്റും ഈ കക്കൂസ് ഇതെല്ലാം ശരിയാക്കി തന്നത്. മുകേഷ് സാർ എന്ന് പറഞ്ഞിട്ടൊരു സാറാണ് വന്ന് ഇതൊക്കെ ശരിയാക്കി തന്നത്. ഷിബു ഇപ്പൊ എങ്ങനെയാ ഈ സമയം പോകുന്നത്? ഇപ്പൊ രാവിലെ തൊട്ട് ഇങ്ങനെ കിടപ്പാണോ? എന്ത് ചെയ്യും? ഞാൻ എപ്പോഴും ആ റൂമിന്റെ അകത്ത് തന്നെ, അല്ലാതെ ഞാൻ എങ്ങോട്ടും ഇറങ്ങി പോകാറില്ല. TV ഉണ്ടോ? TV ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം TV വർക്കല്ല. പാട്ട് കേൾക്കാനും പറ്റത്തില്ല. ഞാൻ പാട്ട് കേൾക്കും. പിന്നെ വീഡിയോ നമ്മളെ എനിക്കിഷ്ടമെന്ന് പറയുന്നതിൽ അല്ല, കോമഡി ഒന്നല്ല. എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് ഈ ബഹിരാകാശ യാത്രയൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെയുള്ള യാത്രയൊക്കെ. എനിക്ക് അങ്ങനെയൊക്കെയുള്ള വീഡിയോ ആണ് ഞാൻ കാണുന്നത്. അല്ലാതെ ഈ മറ്റുള്ളതൊന്നും ഞാൻ കാണത്തില്ല. ഈ ബഹിരാകാശത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇഷ്ടം പോലെ കാണും. ഇഷ്ടം പോലെ ഇഷ്ടമാണ്. ഞാനതേ കാണത്തുള്ളൂ, അങ്ങനെയൊക്കെ ഉള്ളതേ കാണത്തുള്ളൂ. ഷിബുവിനിപ്പോ ഈ ഇപ്പൊ ആലോചിക്കുമ്പോഴത്തേക്ക് പണ്ട് ഭയങ്കര തിളങ്ങി നിന്നൊരു സമയമായിരുന്നല്ലോ സ്റ്റാർ സിംഗറിലെന്ന് പറഞ്ഞാൽ. ഷിബുവിനെ അറിയാത്തവരാരും ഇല്ലായിരുന്നു. ഇപ്പൊ അവരെയൊക്കെ കാണണമെന്നോ അവരുടെ അടുത്ത് സംസാരിക്കണമെന്നൊക്കെ ഷിബുവിന് ആഗ്രഹമുണ്ടോ? അതൊക്കെ നമ്മുടെ ആഗ്രഹങ്ങളല്ലേ. അത് ആഗ്രഹമായിട്ട് തന്നെ മനസ്സിലിരിക്കും. ആണോ? അപ്പൊ അവരെ ഒന്നും കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു അവസരം ഇല്ല. വിഷമമുണ്ടോ അവരൊക്കെ വിളിക്കാത്തതില്? വിഷമം നമ്മളെന്തിനാ വിഷമിക്കേണ്ട? എന്തിനാ? കാര്യം ഒന്നിൽ അവർക്ക് എൻ്റെ നമ്പർ കിട്ടി കാണത്തില്ല. കാര്യം നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ അവർ വിളിച്ചേനല്ലോ. അതുകൊണ്ട് നമുക്ക് വിഷമമെന്ന് പറയുന്നൊരു സംഭവം, വിഷമം എന്ന് പറയുന്നത് കൊണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അനുഭവിക്കാനുള്ളത് നമ്മൾ അനുഭവിച്ചേ പറ്റും. അപ്പൊ ഇനി ഷിബുവിന് എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് ഒന്നും പറയാനില്ല. നമുക്ക് എന്താ ഈ പഴയതുപോലെ രണ്ട് കൈയും കൊണ്ടിങ്ങനെ നടക്കണം. 2 കൈയും 2 കാലും ഉപയോഗിച്ച് നടക്കണം. പഴയതുപോലെ പാട്ട് പാടണം. പഴയതുപോലെ. അതിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്. പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും നടക്കത്തില്ല. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, വീൽ ചെയർ പോലെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഇവിടുന്ന് എങ്ങനെ വണ്ടി വന്നാലും അങ്ങോട്ടേക്ക് ഷിബു അവിടെ എങ്ങനെ എത്തും? നടന്നു തന്നെ പോകത്തോളൂ, അല്ലാതെ എങ്ങനെ പോകാൻ പറ്റുന്നത്? ഇപ്പൊ കെയിൻ പോലും ഇല്ല. കെയിൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നടക്കാനൊക്കത്തില്ല. കാര്യം ഈ കൈയല്ലേ ഉള്ളു. ഈ കയ്യിൽ കെയിനൊക്കെ പിടിച്ച് നടക്കണമെങ്കിൽ ഈ കൈയല്ലേ ആവത്തുള്ളൂ. അപ്പം ഈ ഒരു റൂം വിട്ട് പുറത്തിറങ്ങുന്നത് കുറവാ. അപ്പൊ ഷിബുവിന്റെ 2 പേര് പാട്ടും കൂടെ ഒന്ന് പാടിക്കൊണ്ട് നമുക്കത് നിർത്താം. എനിക്ക് ഏറ്റവും ഇഷ്ടം നടന്നത് രവീന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്.
നമ്മുടെ ഒറ്റക്കൽ അല്ലെങ്കിൽ കുളത്തൂപ്പുഴ അല്ലെങ്കിൽ ഉറുകുന്ന് എന്നൊക്കെ പറയാം രവീന്ദ്രൻ. ആ രവീന്ദ്രൻ്റെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. പാട്ട് പാടിക്കോ. രവീന്ദ്രൻ്റെ പാട്ടുകളാണ് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നതും രവീന്ദ്രനെയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകാരെന്ന് പറയുന്നത് യേശുദാസ്. നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് ഇഷ്ടമാകുന്നില്ല. യേശുദാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ നമുക്ക് വേറെ ആരും. അത് കഴിഞ്ഞാൽ ഹരിഹരൻ. ഇത്രമേൽ മണമുള്ള കുടമുല്ല പൂവുകൾക്കെത്ര കിനാക്കളുണ്ടായിരിക്കും, സന്ധ്യാംബരത്തിൻ്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. ഇത്രമേൽ മണമുള്ള കുടമുല്ല പൂവുകൾക്കെത്ര കിനാക്കളുണ്ടായിരിക്കും, സന്ധ്യാംബരത്തിൻ്റെ മന്ദസ്മിതങ്ങളിൽ അവയെത്ര അഴകുള്ളതായിരിക്കും. ഇപ്പം നിങ്ങൾ കണ്ടതും ഇപ്പം കേട്ടതുമായിട്ടുള്ളതാണ് ഐഡിയ സ്റ്റാർ സിംഗറിലെ ഷിബുവിൻ്റെ ജീവിതം. അപ്പോൾ ഇതാണ് ഷിബുവിൻ്റെ വീട്, ഈ കാണുന്നത്. ഇതുപോലൊരു ഷെഡാണ്. പിന്നെ ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ എന്തോ ഒരു വീഡിയോ വന്നിരുന്നു എന്നാണ് ഷിബു പറഞ്ഞത്. അപ്പോൾ അത് കണ്ടിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു ബാത്റൂമും ഈ വീടിന് ഷീറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ചൂടറിയാലോ, ആ ഷീറ്റിൻ്റെ ചൂടും കൂടെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലും അവർ വളരെ ഹാപ്പിയാണ്. അമ്മയ്ക്ക് ഇപ്പോഴും നല്ല ധൈര്യം. അമ്മ പറഞ്ഞത് 1 രൂപ വെച്ചിട്ട് നമ്മളെല്ലാവരും എടുത്തു കഴിഞ്ഞാൽ ഷിബു രക്ഷപ്പെടും. അവർക്ക് പൂർണ്ണമായിട്ട് അമ്മയ്ക്ക് ഭയങ്കര വിശ്വാസമാണ് ഷിബു തിരിച്ച് പഴയതുപോലെ വരുമെന്നുള്ള. പാട്ട് പാടാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. ഈ ഒരു 15 വർഷം പഴക്കമുള്ള വീടിന് ഇപ്പം ഇന്നാണ് നമ്മൾ വരുമ്പോൾ ഡോറ് പണിഞ്ഞുകൊണ്ടിരിക്കുക. ഇപ്പം അതിട്ടു, ഒരു ഫാന് വാങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു ഫാന് പോലും ഇല്ല, ഡോറില്ലാതാണ് ഷിബു ഇത്രയും കാലം കിടന്നിരുന്നത്. അപ്പോൾ അത്രയ്ക്കൊരു ശോചനീയമായിട്ടൊരവസ്ഥയാണ്. ഷിബുവിനോട് ഞാൻ ചോദിച്ചു, ഐഡിയ സ്റ്റാർ സിംഗറിൽ ആരെങ്കിലും വിളിക്കാറുണ്ടോ, ചാനലുകാർ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഷിബു ആശ്വാസത്തോടു കൂടി പറഞ്ഞത് എന്താണെന്നറിയോ, അവരുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടാവില്ല. പക്ഷേ ഷിബുവിൻ്റെ കയ്യിൽ നിന്ന് ഈ നമ്പറുകളെല്ലാം പോയി. ഷിബുവിൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു, ഈ വീഴുന്ന സമയത്ത് പൊട്ടിപ്പോയി. അമ്മ പറഞ്ഞു മെഡിക്കൽ സ്റ്റോറിൽ ആ മൊബൈൽ കൊടുത്തിട്ടാണ് മരുന്ന് പോലും വാങ്ങിയതെന്ന്. അപ്പോൾ ആ ഷിബുവിൻ്റെ കയ്യിൽ കോൺടാക്റ്റ് നമ്പറുകളൊന്നുമില്ല. പിന്നെ ആരോ ഒരു ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് വിളിക്കാറുണ്ട് ഐഡിയ സ്റ്റാർ സിംഗറിലുള്ളവർ, അല്ലാതെ ആരുമില്ല. പക്ഷേ ആ ഷിബു ആഗ്രഹിക്കുന്നുണ്ട് ചാനലുകാരോ അല്ലെങ്കിൽ അതിലുള്ള ജഡ്ജസോ അല്ലെങ്കിൽ കൂടെ പാടിയവരോ ആരെങ്കിലും ഒന്ന് വിളിക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് ആ അമ്മയ്ക്കും മകനും. അത് തന്നെ ഷിബുവിന് കിട്ടുന്നൊരു വലിയ ഭാഗ്യമല്ല, ഷിബുവിന് കിട്ടുന്നൊരു എനർജി ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മളിങ്ങനെ തളർന്ന് അവശരായി ഒരു തുള്ളി വെള്ളം കിട്ടാനായിട്ട് ഇങ്ങനെ ദാഹിച്ച് ചെല്ലുമ്പോൾ എവിടുന്നെങ്കിലും ഒരു കുറച്ച് വെള്ളം കിട്ടുകയാണെങ്കിൽ നമുക്കതൊരു ഭയങ്കര വളരെ നമുക്ക് വയറ് നിറഞ്ഞൊരു സന്തോഷം കിട്ടും. അതുപോലെ നമ്മൾ തളർന്നു പോകുമ്പോൾ നമ്മളെ താങ്ങാനായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നവർ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഷിബുവിന് ഇരട്ടി എനർജി കിട്ടും. ഈ ട്രീറ്റ്മെൻറ്റിനോടൊപ്പം അതും കൂടി ഷിബുവിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. ഈ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഷിബുവിനെ കോണ്ടാക്റ്റ് ചെയ്യുക, കുറച്ച് നേരം സംസാരിക്കുക, അല്ലെങ്കിൽ വന്നൊന്ന് കാണുക, വിശേഷങ്ങൾ തിരക്കുക. അതൊരുപാട് സന്തോഷം നൽകും. ഷിബുവിന് സഹായം ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഷിബുവിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് ഷിബുവിനെ വിളിക്കാം, സംസാരിക്കാം, പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. നമ്മളെല്ലാവരും കൂടി വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പാവം പിടിച്ച പയ്യൻ രക്ഷപ്പെടും, ആ അമ്മയും രക്ഷപ്പെടും. അപ്പോൾ നമുക്കെല്ലാവർക്കും കൈകോർക്കാം ഷിബുവിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.